ശബരിമല നീലിമല പരമ്പരാഗത പാതയിൽ ഭക്തർ തെന്നി വീഴുന്നത് പതിവാകുന്നു. അശാസ്ത്രീയമായി പാകിയ കരിങ്കൽ പാളികളിൽ കനത്ത മഴയെ തുടർന്ന് വഴുക്കൽ കൂടുതലായതാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നത്. നീലിമല പാതയ്ക്ക് പകരം സ്വാമി അയ്യപ്പൻ റോഡിലേക്ക് ഭക്തരെ വഴിതിരിച്ചുവിടാൻ ആവശ്യത്തിന് പോലീസ് ഉദ്യോഗസ്ഥരുമില്ല. വ്യാപകമായി കരിങ്കൽ പാളികൾ പാകിയതാണ് നീലിമല പരമ്പരാഗത പാത. കഴിഞ്ഞ 2 മാസപൂജാ നാളുകളിലും ധാരാളം ഭക്തരാണ് ഈ പാതയിൽ തെന്നി വീണത്. മഴ കനക്കുമ്പോൾ നീലിമല പാതയിലൂടെ ഭക്തർക്ക് സഞ്ചാരം തീർത്തും ദുർഘടമാവുകയാണ്. ഭക്തർ വീണ് പരിക്കേൽക്കുമ്പോൾ നീലിമല പരമ്പരാഗത പാത അടയ്ക്കാറാണ് പതിവ്. ഇത്തവണയും ഈ പാത അടച്ചു. സ്വാമി അയ്യപ്പൻ റോഡ് വഴിയാണ് ശനിയാഴ്ച ഭക്തരെ കടത്തിവിട്ടത്. എന്നാൽ ഞായറാഴ്ച തിരക്ക് വർദ്ധിച്ചപ്പോൾ കൂടുതൽ ഭക്തരും നീലിമല പരമ്പരാഗത പാത വഴി മല കയറുകയും ഇറങ്ങുകയും ചെയ്തു. ഭക്തരെ സ്വാമി അയ്യപ്പൻ റോഡിലേക്ക് വഴിതിരിച്ചുവിടാൻ ആവശ്യത്തിന് പോലീസ് ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നില്ല. കേന്ദ്ര സർക്കാരിന്റെ പ്രസാദം ഫണ്ടിലൂടെ 12 കോടി രൂപ ചെലവിലാണ് നീലിമല പരമ്പരാഗത പാതയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കരിങ്കൽ പാളികൾ പാകിയത്. അശാസ്ത്രീയമായ പ്രവൃത്തിയാണെന്ന് നിർമ്മാണ സമയത്ത് തന്നെ വിവിധ ഹൈന്ദവ സംഘടനകളുടെ ഭാഗത്തുനിന്ന് വിമർശനം ഉയർന്നിരുന്നു. എന്നാൽ ഈ വിമർശനങ്ങൾ കണ്ടില്ലെന്ന് നടിച്ച് ദേവസ്വം ബോർഡ് കരിങ്കൽ പാളികൾ പാകി പരമ്പരാഗത പാത പുനർനിർമ്മിക്കുകയായിരുന്നു. അമൃത ന്യൂസ്, പത്തനംതിട്ട.